നമസ്കാരം. ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. കന്നിരാശി ഉത്തരമുക്കാൽ, അത്തം, ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി. 2026 ഓഗസ്റ്റ് മാസത്തിൽ കന്നിരാശിയുടെ രാശിയാധിപനായ ബുധൻ കന്നിയുടെ 10, 11, 12 എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അഷ്ടമാധിപനായ ചൊവ്വ ഓഗസ്റ്റ് 2 മുതൽ ഭാഗ്യഭാവത്തിലും 6ാം ഭാവാധിപനായ ശനി 7ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. മേൽപ്പറഞ്ഞ ഗ്രഹസ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് കഴുത്ത്, തോളുകൾ എന്നിവയ്ക്ക് വേദന ഉണ്ടാകാം. അസിഡിറ്റി ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്യുക. 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കണം. 5ാം ഭാവാധിപനായ ശനി 7ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രതയും കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവും വർദ്ധിപ്പിക്കും. മത്സര പരീക്ഷകൾക്ക് വിജയം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പ്രോജക്റ്റുകൾ, ഗവേഷണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ കഴിയും. ഗണിതശാസ്ത്രം, കൊമേഴ്സ്, അക്കൗണ്ടൻസി, എഞ്ചിനീയറിംഗ് എന്നിവ പഠിക്കുന്നവർക്ക് പ്രവർത്തന വിജയം വർദ്ധിക്കും. കാര്യങ്ങൾ ചിട്ടയോടെ നടത്തിയാൽ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാൻ കഴിയും. 10ാം ഭാവാധിപനായ ബുധൻ 3 രാശികളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഓഗസ്റ്റ് 5 മുതൽ ബുധൻ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് വൻപിച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ സ്ഥാനമാനങ്ങളും ശത്രുക്കളുടെ പരാജയവും ധനനേട്ടങ്ങളും ഉണ്ടാകും. അധ്യാപനം, ഗവേഷണം, എഴുത്ത്, എഡിറ്റിംഗ്, വിവർത്തനം, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, ബാങ്കിംഗ്, ധനകാര്യ മേഖല, മാർക്കറ്റിംഗ്, സെയിൽസ്, പരസ്യരംഗം, പബ്ലിക് റിലേഷൻസ് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. 7ാം ഭാവാധിപനായ വ്യാഴം 11ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ബിസിനസ്സുകാർക്ക് വലിയ ധനനേട്ടങ്ങൾ ഉണ്ടാക്കും. വിദേശ ബിസിനസ്സുകൾ പുരോഗമിക്കും. ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയുന്ന സമയമാണ്. പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ അനുകൂല സമയമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പരിശീലന കേന്ദ്രങ്ങൾ, പുസ്തക വ്യാപാരം, ഓൺലൈൻ കോഴ്സുകൾ, പ്രൊഫഷണൽ കൺസൾട്ടൻസി, ബാങ്കിങ് എന്നീ ബിസിനസ്സുകളിൽ നിന്നും വരുമാനം വർദ്ധിക്കും. 5ാം ഭാവാധിപനായ ശനി 7ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പ്രണയബന്ധത്തിൽ വിശ്വാസ്യതയും ആത്മാർത്ഥതയും വർദ്ധിപ്പിക്കും. 7ാം ഭാവാധിപനായ വ്യാഴത്തിൻ്റെ അഭീഷ്ടഭാവത്തിലെ ഉച്ചസ്ഥിതി കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം അകറ്റി ജീവിതം സന്തോഷപ്രദമാക്കും. പരസ്പര ബഹുമാനവും വർദ്ധിക്കും. ബന്ധങ്ങൾ ശക്തമാവുകയും ചെയ്യും. വിവാഹം ആലോചിക്കുന്നവർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ തരത്തിലുള്ള വിവാഹങ്ങൾ ലഭിക്കും. തീരുമാനങ്ങൾ എടുക്കാനും കഴിയും. നിത്യവും ശാസ്താവിൻ്റെ കീർത്തനങ്ങൾ കൂടി ജപിക്കുക. ഐശ്വര്യം വർദ്ധിക്കും.